ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറും വൈഫും അതുപോലെ തന്നെ താത്താൻ്റെ ഉമ്മ ഇദ്രേച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടുകൂടലിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. താത്താൻ്റെ ഉമ്മ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ വരുന്ന സമയത്ത് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ടും വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും കേട്ടോ. 5 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു അവരെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയവിടെ തന്നെ ഇതെല്ലാവരും സ്വീകരിച്ചു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഇപ്പം ചായ ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാവുമ്മ എല്ലാ സ്ഥലവും ഒന്ന് നോക്കുകയാണ്. ആൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പം വരാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ താത്താൻ്റെ തീരെ സുഖമില്ലാണ്ട് കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു ഉമ്മാക്ക് വരാൻ പറ്റാണ്ടിരുന്നത്. അങ്ങനെ പിന്നെ 2 ദിവസത്തേക്ക് അവിടെ പറക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പം പിന്നെ നമ്മുടെ വീട്ടും കൂടി കണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അവർക്കുള്ള ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പാൽച്ചായയും അതുപോലെ തന്നെ സ്നാക്സായിട്ട് നമ്മളെ പെട്ടിയപ്പവും പിന്നെ അച്ചപ്പവും പിന്നെ അതുപോലെ തന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല റിച്ചു നമ്മളെ വീട് മുഴുവനായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഓനിക്ക് ആ കാലിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അന്ന് വന്നപ്പോഴും ജസ്റ്റ് പെട്ടെന്ന് ഓനെ റൂമിലേക്ക് ഇരുത്തി, അല്ലാണ്ട് കുറച്ച് നേരം ഓന് ആളിലിരുത്ത് മാത്രം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീട് ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഉമ്മ വീടിൻ്റെ ഓരോന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ആ സമയത്ത് ഇച്ചും സെലിക്കാക്കിയും കൂടിയിട്ട് വണ്ടീൻ്റെ ലൈറ്റൊക്കെ ഒന്ന് മാറ്റി പിടിപ്പിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാ മുത്തുവിനോട് സാധനം മേടിക്കാൻ പറയുന്നു കേട്ടോ. കാരണം അവരെന്തായാലും വൈകുന്നേരം ഈ ഒരു സമയത്ത് വന്നതല്ലേ, ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുമായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ബിരിയാണി ഉണ്ടാക്കാമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മുത്തുവിന് പറഞ്ഞപ്പം അപ്പോൾ കാക്ക പറഞ്ഞാൽ പിന്നെ ഞാനും കൂടി പോകാൻ പിന്നെ വണ്ടിയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബിരിയാണിക്കുള്ളതും പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ളതും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടുകൂടലിനും വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പച്ചക്കറിയൊന്നും അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് ഏൽപ്പിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഒരു ഉള്ളിയും തക്കാളിയും മാത്രമേ കേട്ടോ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചു എല്ലാം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി അവരെത്തിയിട്ടുണ്ട്. മിച്ചുവിനെ കൊണ്ടുപോയപ്പോൾ മിച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓന് വണ്ടി നന്നാക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാനും സാധനം വാങ്ങാൻ പോകുന്നൊക്കെ. അങ്ങനെ പോയി വന്നപ്പോൾ ഐസ്ക്രീമും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ചിക്കനും അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ മുത്തും സെലിക്കാക്കിയും കൂടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇക്കാനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സാധനങ്ങളില്ല പറഞ്ഞപ്പോൾ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും മുത്തുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചോണ്ടി എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് ചായ കുടിച്ച് അവിടെ തന്നെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഫാമിലി പാക്ക് ചെയ്യുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എസ് എ ബേബീനെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ട് അവളെ മുകളിൽ ഇരുത്തിയിട്ടുണ്ട്. റിച്ചുവിനും മുത്തുവിനും സച്ചുവിനും റിച്ചുവിനും എല്ലാവർക്കും കൊടുത്തിട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പറയുന്നു കേട്ടോ. അപ്പോൾ ആസ് എ ബേബി ഇരിക്കുന്ന സമയത്താണ് എന്തെങ്കിലുമൊക്കെ പണി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല സാധനങ്ങളൊക്കെ വേഗം തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ നിരത്തി വെച്ചു. ഇപ്പം വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും വേണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വണ്ടിയിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലേക്ക് പോയതാട്ടോ. അല്ലെ പിന്നെ പൂച്ചയൊക്കെ കയറിയാൽ പിന്നെ അതൊക്കെ കഴിക്കൂലേ വിചാരിച്ച് പെട്ടെന്ന് തന്നെ അതും എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ബാക്കിയുള്ള ഇനിയിപ്പം കൊടുക്കാനുള്ള ആൾക്കാർക്കും കൂടി മുത്ത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചു ഇതാ അടുക്കള ആദ്യമായിട്ട് കാണാണ് കേട്ടോ. ഓൻ അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളതായിരുന്നു. ഓൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പ്രാവശ്യം വന്ന സമയത്ത് ഓന് ഒറ്റക്കാലിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അന്നൊന്നും തീരെ നടക്കുന്നുണ്ടായിരുന്നില്ല. ആളെ എടുത്തിട്ട് അതിനെ ബെഡ് കൊണ്ടുവന്ന് കിടത്തൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മളെ ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ ഉള്ളിലേക്ക് അരിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വെച്ച് ആ പണി കയ്യല്ലോ വിചാരിച്ചിട്ട് പുതിയ ബിരിയാണി പോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ എടുത്തതിന് ശേഷിയെന്ന് പിന്നെ ഓർമ്മ വന്നത് എന്തായാലും ചോറ് എന്തായാലും ഇതിൽ തികയില്ല. പിന്നെ നമുക്ക് ദമ്മിടാനും പറ്റില്ലല്ലോ. അപ്പം മസാല എന്തായാലും ഇതിൽ കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതാ ബിരിയാണി പോട്ടൊക്കെ എടുത്തു. അപ്പോൾ അത് താത്തക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അന്നാണ് കേട്ടോ. കാരണം അതിൻ്റെ മുമ്പൊന്നും ഞാൻ പിന്നെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഒരു കിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മോടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തും സെലിക്കാക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം കാക്ക ഫുള്ളും ചളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നിലത്തൊക്കെ ഇരുന്നിട്ട്. പിന്നെ എന്താ ഇനിയിപ്പം ചിക്കൻ ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് എസ് എ ബേബീനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം പണി തീർക്കാൻ നോക്കലാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യൽ. പകലാണെങ്കിലും അവൾ അധികം സമയമൊന്നും കിടന്നുറങ്ങില്ല, കുറഞ്ഞ സമയം ഉറങ്ങണം. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാം കൂടിയിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാൽ. അങ്ങനെ പിന്നെ അതാ ഇനിയിപ്പം ഫോണൊക്കെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടൊക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന്
കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് കുറച്ച് സമയം എടുക്കുക കേട്ടോ. ചോറും അതുപോലെ തന്നെ മസാല കൂട്ടലും അതൊക്കെ പെട്ടെന്ന് കഴിയും. ചിക്കൻ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു സമയം പിടിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ 2 കിലോ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് താത്താൻ്റെ ഉമ്മയും ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ ഇവർ സാധനം വാങ്ങാൻ പോയ സമയത്ത് നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതാണ് ഇപ്പം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കുറച്ച് സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും കൂടിയും ചെയ്ത് നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഫ്രൈ ചെയ്യലും ഉണ്ടാക്കലും ഒക്കെയാണ് കേട്ടോ പണി. അങ്ങനെ തന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി ചിക്കനൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ അതാ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിട്ടാണ് കേട്ടോ പൊരിക്കാൻ ഇടുന്നുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ മസാലകൾ അതിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം താത്താൻ്റെ ഉമ്മ നമുക്ക് മല്ലിച്ചപ്പയും അതുപോലെ തന്നെ പുതിനയും ഒക്കെ അരിയാനുണ്ട്. അപ്പം താത്താനും അതിന് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊന്നും എടുക്കണ്ട. കാരണം ആദ്യമായിട്ട് നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പം താത്താൻ്റെ ഉമ്മയൊക്കെ പ്രത്യേകിച്ചും എപ്പോഴെങ്കിലൊക്കെ അല്ലേ വരിക. അപ്പോൾ ആൾ വന്ന ആ ഒരു സമയത്ത് തന്നെ പണിയെടുക്കുമ്പോൾ നമുക്ക് കാണുമ്പം ഒരുമാതിരിയല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേങ്കിൽ താത്താനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കാരണം ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ സ്വാഭാവികമല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളും ഓരോന്നും എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇടങ്ങേറിയുന്നു, കാരണം ഉമ്മാനെ കൊണ്ട് പണിയൊക്കെ എടുപ്പിക്കും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നും ആൾ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം ഉമ്മയും ഓരോ പണി ചെയ്യുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം ഉമ്മാനോട് കുറേ പറഞ്ഞു, വെച്ചെങ്കിൽ ആൾ കേൾക്കാത്തുണ്ടോ. ഇനി അയച്ചു എന്തെങ്കിലുമൊക്കെ എന്നാൽ ചെയ്തോട്ടെ വിചാരിച്ചിട്ട് ആൾ അവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളാണെങ്കിലും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്, പിന്നെ TV കാണുന്നുണ്ട്. ഓരോരുത്തർ ഓരോ പണിയിലാണ് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും അകത്തുമാണ്. പിന്നെ ഇച്ചുവൊക്കെ ഓരോപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെലിക്കാക്ക വണ്ടിയിൽ പണിയെടുക്കുമ്പം അതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇച്ചു. പിന്നെ ബേബി ഉറങ്ങുകയാണ്. അങ്ങനെ വെട്ടുന്നുണ്ട്. നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുക്ക് ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉള്ളി, തക്കാളി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയ്ക്ക് ഉള്ളത് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വിസിലടിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരാണ് കേട്ടോ ഫസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വന്ന് പെട്ടെന്ന് പോകാനായിരുന്നു കേട്ടോ വിചാരിച്ചത്. ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ നിർബന്ധിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ന് എൻ്റെ ഉമ്മ ഫോണൊക്കെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ പറഞ്ഞു നാളെ ലീവാണല്ലോ എന്ന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രാത്രിയും പറയുന്നുണ്ടായിരുന്നു നാളെ സ്കൂളുണ്ട്. പിന്നെ കാക്കയാണെങ്കിലും കുട്ടികളെ സ്കൂൾ കുട്ടികളെ ഓട്ടത്തിനൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ കാക്കാക്കും നേരത്തെ കാലത്ത് ഓട്ടത്തിന് പോകും വേണം. 8:20 ആകുമ്പോഴത്തേക്ക് കുട്ടികളെ പിക്ക് ചെയ്യണം കേട്ടോ. അപ്പം എന്തായാലും പോകണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്തായാലും ക്ലാസ്സും ഇല്ല, അപ്പോൾ ലേറ്റായി പോയാലും കുഴപ്പമില്ലല്ലോ, പോവുകയാണെങ്കിൽ കുറേ ലേറ്റായിട്ട് പോവാം, അല്ലേ പിന്നെ നമുക്ക് നാളെ രാവിലെയൊക്കെ പോകാമെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പുതിന അതൊക്കെ സെറ്റ് ചെയ്ത് അരിഞ്ഞു വെച്ചു. തീരുമാനം പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിൽക്കൊക്കെ വന്നിട്ട് രാത്രി തീരുമാനിക്കാന്നുള്ള ഇതിൽ വെച്ചു കേട്ടോ. കാരണം അവരൊന്നും പറയുന്നത് അവർ പോകണം എന്നുള്ള രീതി തന്നെയാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ബിരിയാണിയും കാര്യങ്ങളൊക്കെ താത്തയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഈ ഒരു നമ്മൾ ചിക്കൻ മസാലയൊക്കെ വരക്കി വെച്ച സമയത്തേക്ക് ബേബി എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓളം എടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതും കൂടിയും എണ്ണയും കൂടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാൻ കേട്ടോ. അപ്പം ഓളം എടുത്ത് വരുമ്പോഴത്തേക്കും എണ്ണ ചൂടായ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റ് ചെയ്യാൻ ഇനിയും നല്ലോണം വൈകും. ഇപ്പം തന്നെ സമയം കുറേ ആയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ ദമ്മിടണമല്ലോ, എന്നാലാണല്ലോ ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാൻ തുടങ്ങാൻ വിചാരിച്ചു. ഇനിയും വെയിറ്റ് ചെയ്യേണ്ട വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്നതാ ഓരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്യാണ്. പിന്നെ നമുക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസും എടുക്കുന്നുണ്ട്, കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പം കുറേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തെറ്റ് ചെയ്താൽ ഫുള്ളും ചാനലിലൊക്കെ പോകും കേട്ടോ. പിന്നെ അത് ഈ ഒരു സമയത്ത് സെലിക്കാക്കിയും ഹിച്ചൊക്കെ കൂട്ടിയിട്ട് ഏനീൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പാത്തിന് വെള്ളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാക്ക അവിടെ എന്തോ റെഡിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് സെറ്റാക്കിയൊന്നും അറിയില്ല. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് എനിമ കയറി എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി കാക്ക വിളിച്ചത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നേരെ വന്നിട്ട് ഇനിയിപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ. ലാസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ മോൾക്കൂടല്ലോ, അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്.
ഇനിയിപ്പം ഇതൊന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടണം എന്നാണ് കേട്ടോ. കാരണം ഇക്ക വരുമ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമല്ലോ. പിന്നെ 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമല്ലോ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നതാ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അപ്പം ക്ലീൻ ചെയ്താൽ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പണികളൊക്കെ ബേർഡനായി തോന്നൂല കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ ചെയ്ത് തീർക്കുമ്പം അപ്പം ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ജസ്റ്റ് ജനലിൻ്റെ ആ മുകളിലേക്കായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടാത്തതൊക്കെ ഞാൻ ബാക്കി വന്നിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഉറങ്ങുന്നതിൻ്റെ മുമ്പേന്ന് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി നെക്സ്റ്റ് എന്തായാലും വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ പിന്നെ ഒന്നും എടുത്തിട്ടില്ലേ പിന്നെ വീഡിയോക്ക് ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഞാൻ അടുപ്പിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാ വീഡിയോസും പരമാവധി എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടുകൂടൽ കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞായറാഴ്ച നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് ഗഫൂറാക്കിയും വൈഫും അതുപോലെ തന്നെ കാക്കാൻ്റെ ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മറന്നു പോയതല്ല, എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് എന്തോ വിട്ടുപോയി. അപ്പം പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതിന് ശേഷമാണ് ഇവർ വന്നത് എപ്പോഴായിരുന്നു, വ്യാഴാഴ്ച കേട്ടോ. വ്യാഴാഴ്ചയായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെതാ ഞാൻ ഓരോന്നായിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സമാധാനമായല്ലോ. ഇനിയിപ്പം നമുക്കെന്തായാലും ബിരിയാണി സെറ്റാക്കണമെങ്കിൽ ചോറ് നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ മസാല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനും ഫ്രൈ ചെയ്തിടണം. അപ്പം ആ ഒരു സമയത്ത് ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞല്ലോ. എനിക്കത് ഒരു ഭാഗമൊക്കെ വെന്തു. അപ്പം അരിയും വെള്ളമൊക്കെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഇച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പിന്നെ 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബേക്കറിയും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെസബേബി ഹാസ് യൂഷ്വൽ എൻ്റെ ഒക്കത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊരു ആൾക്കാരെ കണ്ടാൽ പ്രത്യേകിച്ചും ആൾക്ക് നിലത്തുനിന്ന് കളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒക്കത്തായിരിക്കും ഫുള്ളും. നമ്മൾ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചുവിൻ്റെ ഒക്കെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കളിക്കുക, അല്ലെങ്കിൽ നിലത്തുനിന്നൊക്കെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കൊരു മടി. അതിപ്പം എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇച്ചും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ആൾക്കാരെ കണ്ടാൽ പിന്നെ നമ്മളെ മേത്തുനിന്ന് ഇറങ്ങൂല കേട്ടോ. പിന്നെ അത് 9:30 ആയപ്പം എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ മഴ നനയുണ്ടല്ലോ വിചാരിച്ചിട്ട് ബുള്ളറ്റൊക്കെ നമ്മളെ കാർപ്പോച്ചിലേക്ക് തന്നെ എടുത്തിടുകയാണ് കേട്ടോ. ആ ഒരു സമയത്തും ഓടി വന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മളെ മാക്സിമം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാനെ പെട്ടെന്ന് തന്നെ കയറ്റി. പിന്നെ ചായയൊന്നും ആൾ കുടിക്കാത്തതുകൊണ്ട് പിന്നെ ചായ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ചോദിച്ചു കേട്ടോ ആൾ. അപ്പം മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ റൂമിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടികളെല്ലാവരും അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് ചിക്കൻ ഇടുക മാത്രമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപാടികളും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ ഇനി ചിക്കനും കൂടി ഇട്ടിട്ട് അതിന് ദം ചെയ്ത് ഇടാൻ വിചാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇക്കിപ്പം വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുക വെച്ചു. അപ്പോഴേക്ക് താത്താൻ്റെ ഉമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ ഓരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം പണികളും ഫുഡ് ഉണ്ടാക്കലൊക്കെ താത്തന്നെയായിരുന്നു കേട്ടോ ചെയ്തത്. ഞാൻ ജസ്റ്റ് ചെറിയ കുഞ്ഞു ഹെൽപ്പുകൾ മാത്രമേ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് റിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന സമയത്തൊന്നും പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സച്ചു എന്നെ ഫ്ലാഷ് ലൈറ്റൊക്കെ എടുത്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ദമ്മും കൂടി ഇടാം. ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ, അല്ലെങ്കിൽ TV ഒക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചോറ് പെട്ടെന്ന് തന്നെ ദമ്മിടുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു അരി കുഴപ്പമില്ലാത്തൊരു അരിയായിരുന്നു, പക്ഷേ ചെറുതായിട്ടുള്ള ഒട്ടലൊക്കെ ഉള്ള ഒരു സൈസ് അരി കേട്ടോ. അങ്ങനെ തന്നെ ദമ്മും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. പിന്നെ സച്ചു ഉണ്ട് കേട്ടോ, അപ്പുറത്ത് സച്ചു ഉണ്ടായിരുന്നു. ഓനും താത്താൻ്റെ ഫോണിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഇനിയിപ്പോൾ അതിലേക്ക് ഇടണം. അങ്ങനെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പം തൈരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവരോട് വീഡിയോ ഒക്കെ എടുക്കാൻ അധികം വീഡിയോസും എടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. തൈര് റെഡിയാക്കി, പിന്നെ അച്ചാറില്ലായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ചിട്ടില്ല. ബിരിയാണിയും നമ്മളെ തൈരുമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വരുന്ന തലേ ദിവസം ലീവ് പ്രഖ്യാപിച്ചപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം താത്താൻ്റെ ഉമ്മ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം, കാരണം ആൾ ഇതിലായിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് വീട്ടുകൂടൽ പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ താത്താൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ അവിടെ റിപ്പണിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടുകൂടൽ പറയാൻ വേണ്ടി വിളിച്ചപ്പം. അപ്പോൾ അതുകൊണ്ട് ലീവ് പ്രഖ്യാപിച്ച സമയത്ത് ചെറുതായിട്ടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓരോ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രാത്രി ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞു നാളെ ലീവാണ്, അപ്പോൾ ചിലപ്പോൾ ശരിക്കാക്കും കുട്ടികളൊക്കെ വരുമോ കേട്ടോ. അപ്പം പറഞ്ഞു അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം അവർ കൽപ്പറ്റ എത്തിയ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ തലേ ദിവസം വിചാരിച്ചത് എന്താ സത്യമായി കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ ഇതാ ലാസ്റ്റ് അവസാന ഘട്ട ദമ്മിടൽ പരിപാടിയിലാണ് കേട്ടോ. ഇനിയിപ്പം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ടു. ഇനിയിപ്പം മൂടി വെച്ചു കേട്ടോ. ഇനിയിപ്പം ദമ്മും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. ഇത്തിരി നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പോകണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ലീവാണല്ലോ നാളെ. പിന്നെ പെട്ടെന്ന് ഈ രാത്രിയിൽ അവിടെ എത്തും വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴും അവർ ഡിസിഷൻ എടുത്തിട്ടില്ല കേട്ടോ, നിൽക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കാൻ, കാരണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10:30 ആവാനായി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ബേബി ഇതാ എൻ്റെ ഒക്കത്തുനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇക്കാൻ്റെ വൈത്താല നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാളെ മേത്തായിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മളിതാ ഡിസ്പോസിബിൾ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓള് ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പം വേറെ ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ. ഓളെ കയ്യിലെടുത്തിട്ട് ഓള് അത് തവിട് പൊടിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അച്ചപ്പയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും സെർവ് ചെയ്തു ചിക്കൻ ബിരിയാണി. പിന്നെ തൈരും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം വിശപ്പുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചതല്ലേ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീം കഴിച്ചിരുന്നു, പിന്നെ അല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഫുള്ളൊരു ഒച്ചപ്പാടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബ്രദറൊക്കെ ഇടയ്ക്ക് വരും, പകലൊക്കെ ഉണ്ടാകും, പിന്നെ കുറച്ച് നേരം ഉണ്ടാകും, പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോകും. പിന്നെ ഫുള്ളായിട്ട് ആരും ഇത്രയും ആൾക്കാർ ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത്. ഇന്നിപ്പം കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം വീടൊക്കെ ഒരു എന്താ പറയുക ഫുള്ളൊരു ഒച്ചപ്പാടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഇക്കും എല്ലാവരും കൂടി ബിരിയാണി കഴിക്കണം. അപ്പോൾ കഴിക്കുന്ന വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമാണ് ഇത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെയും കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഫോണിൽ ഫോക്കസ് ചെയ്താൽ അവർക്കും ഒരുമാതിരി ചടപ്പായിരിക്കും. പിന്നെ സംസാരിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഫോണ് കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ ഫോണ് കുത്തിയിട്ടിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. എനിക്ക് കുറച്ച് നേരം റെസ്റ്റ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലൈം ടീ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലൈം ടീ ഉണ്ടാക്കി അത് നമ്മളെല്ലാവരും കുടിച്ചു. പക്ഷേങ്കിൽ ആ വീഡിയോയും സ്കിപ്പായിട്ടുണ്ട്. ആ സമയത്ത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ലൈം ടീ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റായിട്ട് തീരുമാനിച്ചു ഇവിടെ നിൽക്കാമെന്ന് കേട്ടോ. പിന്നെ ഇതാ റിച്ചുവിൻ്റെ കാലും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നോക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നോക്കിയതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പായും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചുവിനും താത്താനും ഉമ്മാനൊക്കെ ബെഡിലേക്ക് കിടത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാവരും ഇതാ പായിലൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മളുള്ള സ്ഥലത്ത് എല്ലാവരും കൂടിയും കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ ബെഡ് കിടക്കാൻ പറഞ്ഞപ്പം ഓരവിടെ കിടക്കുന്നില്ല കേട്ടോ. കാരണം മക്കളെയും കൊണ്ട് നിലത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർത്താനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത്. പിക്കാക്കുള്ള ടിഫിൻ ബോക്സ് ഇന്നിപ്പം ബിരിയാണിയാണ് കേട്ടോ. ആക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു, ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറി, പുട്ട്, അതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായ പിന്നെ അവർ രാവിലെ തന്നെ പോകുന്ന അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 ഇക്കാക്ക് 8:30 ആകുമ്പോഴത്തേക്ക് പോകണം, 9 മണിക്ക് ഷോപ്പിലേക്ക് എത്തണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ 8:30 ആകുമ്പോൾ തന്നെ അവരും ഇറങ്ങുന്ന അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. അപ്പം കാക്ക പോകുന്നതുകൊണ്ട് തന്നെ കാക്കക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞാൻ കുറേ പറഞ്ഞു ഇനിയിപ്പം ലഞ്ചൊക്കെ കഴിച്ചിട്ട് മെല്ലെ പോയാൽ പോരേന്ന്. കാരണം വെള്ളിയാഴ്ച അല്ല, അന്ന് സ്കൂളും ഇല്ല മദർസൊന്നും ഇല്ലല്ലോ. പക്ഷേങ്കിൽ കാക്ക പോകുന്നതുകൊണ്ട് പിന്നെയും അവരെ പിക്ക് രണ്ടാമത് പിന്നെയും ഓടി ഇങ്ങോട്ടേക്ക് വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും ഈ ഒരു സമയത്ത് പോവാണ് ഇൻഷാ അല്ലാ. പിന്നെ ഒരിക്കലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും കൂടി കഴിക്കട്ടെ. അപ്പോൾ ഇതാ പഴവും പുട്ടും കടലക്കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇവർ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ അവർ ഇറങ്ങിയത് 8:45 ആയപ്പോഴത്തേക്ക് അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ആളിനി എണീറ്റാൽ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല കേട്ടോ. കരച്ചിലായിരിക്കുമെന്നൊന്നും അറിയില്ല. ഇക്ക പോകുന്നതും കണ്ടിട്ടില്ല, സെലിക്കാക്ക പോകുന്നതും കണ്ടിട്ടില്ല. ഇനിയിപ്പം എണീറ്റപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എവിടെയെന്നൊക്കെ ചോദിച്ചു, പക്ഷെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയതാ അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയതാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആളും ഓക്കെ ആയിട്ടോ. അങ്ങനെ അവരും പോയി. ഇനിയിപ്പം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.